ഹലോ. ഇപ്പൊ റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നാണ് നാർസിസിസ്റ്റ്. നാർസിസിസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അവഗണിച്ചോ, ദേഷ്യപ്പെട്ടോ? നാർസിസിസ്റ്റ്. എപ്പോഴും സ്വന്തം കാര്യം നോക്കുവോ? നാർസിസിസ്റ്റ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നീട് നിഷേധിച്ച് നിങ്ങളെ തന്നെ സംശയിപ്പിക്കുന്നുണ്ടോ? ഗ്യാസ് ലൈറ്റിംഗ്. ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്നുണ്ടോ? സൈലന്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു നാർസിസിസ്റ്റ്, അവോർട്ട് നാർസിസിസ്റ്റ്, കുറെ അങ്ങനെയൊക്കെ. പിരിഞ്ഞുപോയ പാർട്ണർ വീണ്ടും മെസ്സേജ് അയച്ചോ? ഹൂവറിങ്. റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ വലിയ സ്നേഹവും ശ്രദ്ധയും ഒക്കെയാണോ? ലവ് ബോംബിങ്. ഇങ്ങനെ പോയാല് നാട്ടിലെ പകുതി മനുഷ്യരെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. പക്ഷെ ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും മുഴുവൻ കെട്ടുകഥയല്ല. അതായത് നാർസിസിസം എന്നൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഉണ്ട്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD എന്നൊരു സൈക്കാട്രിക് ഡയഗ്നോസിസും ഉണ്ട്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്നതൊരു സൈക്കാട്രിക് ഡയഗ്നോസിസ് അല്ല കേട്ടോ. പിന്നെ സ്വാർത്ഥതയുള്ള, നിയന്ത്രിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അബ്യൂസീവ് ആയ ഒരാളെ കണ്ടതുകൊണ്ട് അയാൾക്ക് NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഇത് മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് വീടുകളിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, ഒന്ന് രാജീവും അന്നയും. രാജീവ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിജയിച്ച ആളാണ്. നല്ല ജോലി, നല്ല വരുമാനം, നല്ല കോൺഫിഡൻസ്. ഭാര്യയ്ക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്ന കാര്യത്തിൽ പോലും രാജീവിന് അഭിപ്രായമുണ്ട്. ആരോടൊക്കെ സംസാരിക്കാം എന്നുള്ളതിലും അഭിപ്രായമുണ്ട്. ആളുമായിട്ട് ഇനി സംസാരിക്കണ്ട കേട്ടോ, വേണ്ട, അത് നമുക്ക് വേണ്ട. എന്റെ ഭാര്യ രാത്രിക്ക് ഒറ്റയ്ക്ക് പോകണ്ട, എവിടെയും പോകണ്ട. എന്നെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയാം. ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ഫുൾ അവളെ കളിയാക്കുക. എന്തെങ്കിലും പുള്ളിക്കാരിക്ക് നേട്ടം ഉണ്ടായ അതിലും എന്റെ ഗുണമാണ്, ഞാനാണ്, എന്റെ കോൺട്രിബ്യൂഷൻ കാരനാണ്. വഴക്കുണ്ടായ ശബ്ദം ഉയരും, നല്ല ഭീഷണിപ്പെടുത്താം, അടിക്കാൻ ശ്രമിക്കാം, അടിക്കാം. അപ്പൊ അന്ന എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കാൻ തുടങ്ങുന്നു. അയ്യോ, രാജീവ് എന്ത് പറയണു? ആകെ ഒരു ഭീഷണി, ഒരു ഭയം. അവിടെ നിയന്ത്രണം വ്യക്തമാണ്. ആധിപത്യം, അവകാശബോധം, ഭീഷണി. അപ്പൊ ഇത് സാധാരണയായി ഓവേർട്ട് കൺട്രോളിംഗ് അബ്യൂസ്, ഓവേർട്ട് നാർസിസിസ്റ്റ് എന്നൊക്കെ പറയും, ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റ്. പക്ഷെ നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, രാജീവ് അന്നയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പൊ വേറൊരു കഥ നോക്കാം. മായയും അരുൺ. മായ ഒരിക്കലും അരുണിനോട് നീ ഫ്രണ്ട്സിനെ കാണാൻ പോകരുത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു സാറ്റർഡേ വൈകുന്നേരം എന്തെങ്കിലും കാര്യത്തിന്, അപ്പൊ കൂട്ടുകാരെ കാണാനായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം, പേഴ്സണൽ കാര്യത്തിനാക്കണം. പൊയ്ക്കോ, ഞാൻ ആരാ തടയാൻ? എനിക്ക് തലവേദനയായിട്ട് ഇവിടെ കിടക്കുക. എന്തായാലും പോവാൻ തുടങ്ങുകയാണോ? ശരി, എനിക്ക് സുഖമില്ലാത്ത പോലും നിനക്ക് ഫ്രണ്ട്സാണ്. അപ്പൊ അരുൺ, അങ്ങനെയല്ലല്ലോ, ഇത് ഞാൻ എപ്പോഴാണ്? വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണം, എനിക്കല്ല മനസ്സിലായി. പിന്നെ മൗനം, പിന്നെ നിരാശ. അടുത്ത ദിവസം ചിലപ്പോൾ ആഴ്ചകളോളം മിണ്ടാതിരിക്കല്, സംസാരമില്ല. പിന്നെ അരുണ് കുറ്റബോധം, എത്ര സോറി പറഞ്ഞാലും രക്ഷയില്ല. പിന്നെ പതുക്കെ അരുൺ ഒരു കാര്യം വളരെ നിയന്ത്രിതമായിട്ട് തന്നെ ഇരിക്കുന്നു. പാവ മനുഷ്യർക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരുതരം നിയന്ത്രണം, അബ്യൂസ് തന്നെയാണ്. പക്ഷെ അത് നേരിട്ടല്ല, ഭീഷണിയിലൂടെയോ ദേഷ്യത്തിലൂടെയോ അല്ല. ഇതിന് സാധാരണയായിട്ട് കോവേർട്ട് ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയാം. അതാണ് ഈ കോവേർട്ട് നാർസിസിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഒന്നാമത്തെ കഥയിൽ ഭയം, ഭീഷണി, നേരിട്ടുള്ള നിയന്ത്രണം, ദേഷ്യം, അഹങ്കാരം, അടി, ഇതൊക്കെയാണ്. കുറ്റപ്പെടുത്തൽ, പുച്ഛം, കൊച്ചാക്കി സംസാരിക്കുക, അതൊക്കെ കോവേർട്ട് ആൻഡ് മാലിഗ്നന്റ് അബ്യൂസ് ഒക്കെ ആയിട്ട് പറയുന്നു. രണ്ടാമത്തേതിൽ കുറ്റബോധം, മൗനം, അഫെക്ഷൻ പിൻവലിക്കല്, സെക്സ് നിഷേധിക്കുക, എത്ര ചെയ്താലും തീരെ സന്തോഷം കാണിക്കാതിരിക്കുക, അതൃപ്തി, പുച്ഛം എന്ന് കാണിക്കുക, സ്വയം ഇരയായി ചമയുക, പതിയെ ആൾക്കാരെ തകർക്കുക. ഇതൊക്കെ വൾണറബിൾ നാർസിസിസം, കോവേർട്ട് അബ്യൂസ് എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് കുറെ ഏറെ പേര് ഇതൊക്കെ ചെയ്യുന്നതല്ലേ, മിക്കവരും കുറച്ചൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അതാണ് വേറൊരു പ്രശ്നം. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി, അല്ലെ മറ്റാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മിക്കവരും ചിലപ്പോൾ ചെയ്യും. ഇതൊരു പരിധി വിട്ട് ഒരാളെ തകർത്ത് കോഞ്ഞാട്ടയാക്കി നിത്യ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അബ്യൂസായി. അപ്പൊ രണ്ടു തരം അബ്യൂസ് അവസാനം എത്തുന്നത് ഈ അനുസരണം, നിയന്ത്രണം, ആധിപത്യം, ദുഷ്ടത, സ്വാർത്ഥത ഒക്കെയാണ്. പക്ഷെ വീണ്ടും പറയണം, ഇതിൽ നിന്ന് മാത്രം ഒരു സൈക്കാട്രിക് ഡയഗ്നോസിസ് ഉണ്ടാവുന്നില്ല. അപ്പൊ നാർസിസത്തിന് അബ്യൂസുമായി ബന്ധമില്ലേ? ഉണ്ട്.
2024 ഒരു മെറ്റാ അനാലിസിസിൽ 11,000 പേരെ സ്റ്റഡി ചെയ്തതിൽ നാർസിസിസം എന്ന ട്രേറ്റും ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ കോഎഫിഷ്യൻ ഓഫ് കോറിലേഷൻ 0.15 ഒക്കെയാണ്, പക്ഷെ ശക്തമല്ല. ഇപ്പൊ സൈക്കോളജിക്കൽ അബ്യൂസിൽ ഒരു 0.18 ഒക്കെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഫിസിക്കൽ വയലൻസിൽ ക്ലിയർ സ്ട്രോങ് ലിങ്ക് അത്ര ഇല്ല. അപ്പൊ നാർസിസിസം ഒരു റിസ്ക് ഫാക്ടർ ആകാം, പക്ഷേ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് നാർസിസിസം ആണ്, അത് തെറ്റാണ്. അപ്പൊ ഈ കോവേർട്ട് ആൻഡ് ഓവേർട്ട് എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പൊ ഗ്രാൻഡിയോസ് നാർസിസിസം, വൾണറബിൾ നാർസിസിസം എന്നൊക്കെയാണ് സ്ഥിരം പറയുന്ന കാര്യങ്ങൾ. ഞാനാണ് വലിയവൻ, അതാണ് ഗ്രാൻഡിയോസ്. ആധിപത്യം, അഹങ്കാരം, പിന്നെ ഡയറക്റ്റ് കൺട്രോൾ. വൾണറബിൾ നാർസിസത്തിൽ എന്നെ ആരും വിലമതിക്കുന്നില്ല, സുരക്ഷ ഇല്ല, ഇൻസെക്യൂരിറ്റി, ഷെയിം, റിജക്ഷൻ സെൻസിറ്റിവിറ്റി, ഇതൊക്കെ ഉള്ളവരാണ് ഈ അബ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ വൾണറബിൾ നാർസിസത്തിന് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസുമായിട്ട് കൂടുതൽ സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊവേർട്ട് നാർസിസിസം എന്ന് പറഞ്ഞ അപകടം കുറഞ്ഞതല്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളതും ശരിയല്ല. ഇപ്പൊ വേറൊരു സാധാ ഇംപ്രഷൻ ആണുങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അബ്യൂസ് എന്നാണ്. സ്ത്രീകൾ അബ്യൂസേഴ്സ് ആകുമോ? ഇതൊരു വലിയ മിസ്കൺസെപ്ഷൻ ആണ്. സ്ത്രീകളും അബ്യൂസേഴ്സ് ആകാം. സ്ത്രീകളും ഇന്റിമേറ്റ് പാർട്ണർ അബ്യൂസ് നടത്തുന്നുണ്ട്. ഇമോഷണൽ കൺട്രോൾ, കുറ്റബോധം ഉണ്ടാക്കുക, ഒറ്റപ്പെടുത്തുക, താല്പര്യമുള്ള ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, സദാ കുറ്റം പറയുക, ഫിസിക്കൽ അഗ്രഷൻ ഒക്കെ ചെയ്യാട്ടോ, അങ്ങനെയും ചെയ്യാം. പക്ഷേ പോപ്പുലേഷൻ ലെവലില് പാറ്റേൺ ഒരുപോലെയല്ല. സിവിയർ ഫിസിക്കൽ വയലൻസ് നമുക്കറിയാം പുരുഷന്മാരാണ് കൂടുതൽ. സെക്ഷൽ വയലൻസ് അതുപോലെ തന്നെയാണ്, വളരെ കൂടുതൽ പുരുഷന്മാരാണ്. പുരുഷന്മാർ അടിക്കും, സ്ത്രീകൾ മാനിപ്പുലേറ്റ് ചെയ്യും. അത് പക്ഷെ അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല, രണ്ട് ഇരുവശത്ത് കാണാം. പക്ഷെ പോപ്പുലേഷൻ ലെവലിൽ നോക്കിയാൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ സ്റ്റീരിയോടൈപ്പ് പോലെ വലിയതല്ല. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്ന സാധനം കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കും. വേറൊരു കഥ നോക്കാം, സുരേഷും നീനയും. അപ്പൊ ഈ നീന വഴക്കുണ്ടായാല് മിണ്ടാതിരിക്കും. ഒരു ദിവസമല്ല, 2 ദിവസം, ചിലപ്പോ 2 ആഴ്ച ഭയങ്കര മിണ്ടാതിരിക്കല്, സൈലന്റ് ട്രീറ്റ്മെന്റുമാണ്. സുരേഷ് സംസാരിക്കാൻ നോക്കും, സോറി പറയും, പുറകെ നടക്കും, മറുപടിയില്ല. എന്താണോ പ്രശ്നം? മൗനം. പിന്നെ സർക്കാസം, പുച്ഛം, നിനക്ക് മനസ്സിലാവില്ല, നീ എന്നെ എപ്പോഴെങ്കിലും കൺസിഡർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സുരേഷ് കുറ്റബോധം കൊണ്ട് മടുത്തു. ഒരു ദിവസം വഴക്കില് സുരേഷ് പൊട്ടിത്തെറിക്കുന്നു, റിമോട്ട് എറിയുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ നീന അത് റെക്കോർഡ് ചെയ്യുന്നു. 30 സെക്കൻഡ് വീഡിയോ കണ്ടാല് സുരേഷ് ഭ്രാന്തനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അബ്യൂസറാണ്. പക്ഷെ കണ്ടെക്സ്റ്റ് ഇല്ലാതെ അത് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലേ? ഇവിടെയാണ് പലരും പറയുന്നത് റിയാക്റ്റീവ് അഗ്രഷൻ അല്ലെങ്കിൽ റിയാക്റ്റീവ് അബ്യൂസ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതൊരു ഡയഗ്നോസിസ് അല്ല. ഇതിങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ അങ്ങനെ ആകാം. അതായത് പ്രൊവക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ വയലൻസ് ജസ്റ്റിഫൈ ചെയ്യുമല്ല, പക്ഷെ അതൊരു പാറ്റേൺ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. അപ്പൊ ഒറ്റ ക്ലിപ്പിൽ നിന്നോ ഒറ്റ ഇൻസ്റ്റൻസിൽ നിന്നോ അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു അധിക ഉദാഹരണം പറയാം. കൊവേർട്ട് അബ്യൂസ് പോലെ തന്നെ തോന്നുന്ന ഒരു റിയാക്റ്റീവ് അബ്യൂസ്, ഒരു സിറ്റുവേഷൻ നോക്കുക. ഇപ്പൊ അജയ് വളരെ ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ്. അപ്പൊ എപ്പോഴും പുള്ളി പറയുന്നത് ഞാനില്ലാതെ നീ ഒന്നുമല്ല, ഞാനാണ് ഈ റിലേഷൻഷിപ്പ് ക്യാരി ചെയ്യുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ദേഷ്യപ്പെടുത്തുന്നു, ഡിസിഷൻ എല്ലാം പുള്ളി തന്നെ എടുക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് അവൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഹേർട്ട്ഫുൾ ആയിട്ട് പെരുമാറുന്നു. ഇൻസൾട്ടുകൾ, ഭീഷണി, ഹ്യൂമിലിയേഷൻ, എപ്പോഴും കുറ്റം പറയുക. അവസാനം അവന്റെ പാർട്ട്ണർ രമ്യ ടോട്ടലി മാറുന്നു. ഷൗട്ടിങ് ഇല്ല, ആർഗ്യുമെന്റ് ഇല്ല, മിണ്ടാതെയായി, ടോട്ടലി മിണ്ടാതെയായി, ഇമോഷണലി വിഡ്രോ ചെയ്തു, അഫെക്ഷൻ കാണിക്കുന്നില്ല, സ്നേഹമില്ല, സെക്സ് അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ അവൻ നോട്ടീസ് ചെയ്യുന്നു, ഇതെന്താ, നീ എന്നെ എപ്പോഴും ഇഗ്നോർ ചെയ്യാണ്, നീ ഭാര്യ, എന്ത് കാര്യം, എപ്പോഴും പണിഷ്മെന്റ് ആണ്, സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോ അങ്ങനെ തോന്നാം, കോവേർട്ട് അബ്യൂസ് ആണ് പുള്ളിക്കാരി ചെയ്യുന്നത്. പക്ഷെ കണ്ടെക്സ്റ്റ് നോക്കുമ്പോ പുള്ളി ആ കാര്യം ആദ്യം തന്നെ റിപ്പീറ്റേഷൻ, ഇമോഷണൽ ഹാം ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക്. അപ്പൊ സൈലൻസ് പണിഷ്മെന്റിന് വേണ്ടിയല്ല, മറ്റേതിലാണെങ്കിൽ പണിഷ്മെന്റിന് വേണ്ടിയാണ്. അത് പലപ്പോഴും ഇപ്പം ഷട്ട് ഡൗൺ, സെൽഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എമോഷണൽ എക്സോഷൻ ആണ്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ ഹെർട്ട് ചെയ്യുന്നു, പുള്ളിക്കാരി വിഡ്രോ ചെയ്യുന്നു. അപ്പൊ അവൻ അത് അബ്യൂസ്, കൊവേർട്ട് അബ്യൂസ് എന്ന് ലേബൽ ചെയ്യുന്നു. അപ്പൊ ഈ റിയാക്റ്റീവ് വിഡ്രോവൽ ആണ് അത്. അപ്പൊ അത് ആകെ കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആൾക്കാർക്ക് ഇതും ഡയഗ്നോസിസ് അല്ല, പക്ഷെ ഡയഗ്നോസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ സ്വയം ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നർത്ഥം. അപ്പൊ കണ്ടെക്സ്റ്റ് ഇല്ലാത്ത ഈ അബ്യൂസ് എന്ന് പറയുന്ന സാധനം നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അത് സൈക്കോളജിസ്റ്റിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
പിന്നെ നമ്മൾ പൊതുവെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള കൾച്ചർ വരുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെൽഫ് ബ്രാൻഡിങ് ആണ്, കട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ, നമ്മളെ തന്നെ ചൂസ് ചെയ്യുക, നല്ലതുണ്ട് ഇതിനകത്ത് ഒത്തിരി വലിയ. പക്ഷെ പെൻഡിലും മറുവശത്തേക്ക് പോകുമ്പോൾ റിലേഷൻഷിപ്സ് ഫ്രജൈൽ ആകാം. കാരണം റിലേഷൻഷിപ്പിന് നമ്മുടെ കാര്യം മാത്രം, സ്വാതന്ത്ര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഒരു കോംപ്രമൈസ് വേണം. അപ്പം ചുരുക്കി പറഞ്ഞ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന വാക്ക് സഹായകം അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് ബിഹേവിയറൽ ലെവലിൽ നിന്ന് പേഴ്സൺ ഡയഗ്നോസിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് തകരുമ്പോ അവൻ നാർസിസിസ്റ്റ് ആയിരുന്നു, അവള് നാർസിസിസ്റ്റ് ആയിരുന്നു എന്ന് ഈസി ആയിട്ട് പറയാം. പക്ഷെ പലപ്പോഴും അതൊരു സർക്കുലർ റീസണിങ് ആകാം, ശരിയാകണമെന്നില്ല. അപ്പൊ അവസാനമായിട്ട് പറയുമ്പോൾ അടുത്ത തവണ യൂട്യൂബിൽ നമ്മൾ 10 സൈൻസ് യുവർ പാർട്ട്ണർ ഈസ് എ നാർസിസിസ്റ്റ് എന്നൊക്കെയുള്ള സംഭവം കാണാം. പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം. പല സംഭവങ്ങളും ആകാം. മാത്രമല്ല നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം, ബിഹേവിയർ നോക്കണം. നമ്മൾ ഭയപ്പെടുന്നുണ്ടോ, നമ്മൾ കൺട്രോൾഡ് ആണോ, എപ്പോഴും ഐസൊലേറ്റഡ് ആണോ, നമ്മൾ തന്നെ കുറ്റബോധം ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്നതാണോ, നമ്മളാണോ പ്രശ്നം, ആളാണോ പ്രശ്നം. അപ്പം ആളിന് ഡയഗ്നോസ് ഉണ്ടോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. നമ്മൾക്ക് പ്രശ്നങ്ങൾ എന്തോരം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം ചോദ്യം. അപ്പൊ നമ്മളും ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യണേ. അതൊക്കെ സൈക്കോളജിസ്റ്റുകളുടെ ഹെൽപ്പ് തേടേണ്ടി വരും, വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ സ്വന്തം ബിഹേവിയർ കാണാനും ബുദ്ധിമുട്ടാണ്. സ്വന്തം നമ്മൾ സ്വയം ന്യായീകരിക്കല്ലേ എപ്പോഴും. അപ്പൊ റിലേഷൻഷിപ്പിൽ ചോദിക്കേണ്ടത്, ഞാനും മറ്റേയാളും റീസണബിളി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇല്ല, നമ്മളാകെ പ്രശ്നത്തിലാണെന്ന് നമുക്ക് തോന്നിയാൽ മേ ബി യു നീഡ് ഹെൽപ്പ്.